സ്ട്രെപ്സിൽസ് കഴിച്ചിട്ട് നിങ്ങൾ വാഹനം ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലീസ് പിടിക്കും. ഹായ്, ബൈജ്രാജ് ശാസ്ത്രത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സ്ട്രെപ്സിൽസിൽ ആൽക്കഹോൾ അടങ്ങിയിട്ടുണ്ട്. അത് കാരണം തന്നെ സ്ട്രെപ്സിൽസ് കഴിച്ചിട്ട് വാഹനം ഓടിച്ച് പോലീസ് പിടിച്ചിട്ട് ആൽക്കഹോൾ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പിടിക്കപ്പെടും എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഇതിൽ പറയുന്നത് ഹിന്ദിയിലാണ്. ഇദ്ദേഹം ആദ്യം സ്ട്രെപ്സിൽസ് കഴിക്കുന്നതിന് മുന്നേ ബ്രീത്താലൈസർ വഴി ഇത് കാണിക്കുന്നുണ്ട്. ആദ്യം ആൽക്കഹോൾ ഇല്ല, അതിനുശേഷം സ്ട്രെപ്സിൽസ് ഒരു ഗുളിക മാത്രം കഴിക്കുന്നു. പിന്നീട് 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ബ്രീത്താലൈസർ വെച്ച് ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ബ്ലഡ് ആൽക്കഹോൾ കണ്ടന്റ് 0.03 എന്ന് കാണിക്കുന്നു. അതായത് ഇത്രയും ആൽക്കഹോൾ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ആൽക്കഹോൾ കഴിച്ചിട്ട് വാഹനം ഓടിച്ചു എന്നുള്ള പേരിൽ ഇത് ശിക്ഷാർഹമാണ്. എന്താണ് യാഥാർത്ഥ്യം? സ്ട്രെപ്സിൽസിനകത്ത് ആൽക്കഹോൾ ഉണ്ടോ എന്ന് നമ്മളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സ്ട്രെപ്സിൽസിനകത്ത് ആൽക്കഹോൾ ഉണ്ട് എന്ന് കാണിക്കുന്നു. ഒരു ടാബ്ലറ്റിനകത്ത് 1.2 മില്ലിഗ്രാം ഡൈക്ലോറോ ബെൻസോയിൽ ആസിഡ് ഉണ്ട് എന്ന് നമുക്ക് കാണാം. മില്ലിഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഗ്രാമിന്റെ 1000-1 ഭാഗം. അതായത് ഒരു ടാബ്ലറ്റിനകത്ത് ഏകദേശം 1 ഗ്രാമിന്റെ 800-1 ഭാഗമുണ്ട് ആൽക്കഹോൾ. ഇത്രയും ആൽക്കഹോൾ പ്രശ്നം ഉണ്ടാക്കുമോ? എന്തായാലും നമ്മൾ കേരളീയർ കഴിക്കുന്ന ആഹാരത്തിലേക്കൊന്ന് നോക്കാം. കേരളീയരും പ്രധാനമായിട്ട് സൗത്ത് ഇന്ത്യക്കാർ മുഴുവൻ കഴിക്കുന്ന ആഹാരങ്ങളാണ് ഇഡ്ഡലി, ദോശ, അപ്പം എന്നിവ. ഇവ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? തലേ ദിവസം മാവ് അരച്ച് പുളിപ്പിക്കും. ഈസ്റ്റ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ സോഡാക്കാരമോ എല്ലാം നമ്മൾ അതിൽ മിക്സ് ചെയ്ത് അത് പുളിപ്പിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. പുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഫെർമെന്റേഷൻ ആണ്. ഫെർമെന്റേഷനിൽ എന്താണ് സംഭവിക്കുന്നത്? സ്റ്റാർച്ച് അല്ലെങ്കിൽ ഷുഗർ അത് വിഘടിച്ചതിന് ശേഷം ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും ഉണ്ടാവുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ആൽക്കഹോൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ദോശയിലും ഇഡ്ഡലിയിലും അപ്പത്തിലും എല്ലാം ധാരാളം ആൽക്കഹോൾ ഉണ്ട്. ഇതിൽ മാത്രമല്ല നമ്മൾ കഴിക്കുന്ന തൈര്, വിനാഗിരി, ജ്യൂസ്, നന്നായിട്ട് പഴുത്ത പഴം ഇവയിലെല്ലാം ആൽക്കഹോൾ ധാരാളമുണ്ട്. സ്ട്രെപ്സിൽസിനകത്തുള്ളതിന്റെ അതേ അനുപാതത്തിലോ അതിൽ കൂടുതലോ ആണ് നമ്മൾ കഴിക്കുന്ന ഈ ദോശയിലും ഇഡ്ഡലിയിലും അപ്പത്തിലും എല്ലാം ആൽക്കഹോൾ ഉള്ളത്. സ്ട്രെപ്സിൽസ് ആണെങ്കിൽ വളരെ ചെറുതാണ്. എന്നാൽ ഒരു ഇഡ്ഡലിയോ അല്ലെങ്കിൽ ദോശയോ കഴിച്ചാൽ അതിന്റെ 10 മടങ്ങ്, ചിലപ്പോൾ 50-100 മടങ്ങ് ആൽക്കഹോൾ നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ആൽക്കഹോൾ അടിച്ചിട്ട് വണ്ടി ഓടിക്കാവുന്ന മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് BAC 0.03% ആണ്. അതായത് ബ്ലഡ് ആൽക്കഹോൾ കണ്ടന്റ് 0.03%. 100 മില്ലിമീറ്റർ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 30 മില്ലിഗ്രാം ആൽക്കഹോൾ ആവാം. അതോ അതിൽ കൂടുതലോ ആണെന്നുണ്ടെങ്കിൽ ശിക്ഷാർഹമാണ്. അതായത് മദ്യക്കുപ്പിയുടെ മൂടിയിൽ 2 മൂടി കഴിച്ചാൽ എത്രമാത്രം ആൽക്കഹോൾ നമ്മുടെ ശരീരത്തിലെത്തും അത്രയും ആൽക്കഹോൾ അടിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയിൽ ശിക്ഷാർഹമാണ്. എന്നാൽ ഗൾഫ് രാജ്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ 0.03 BAC ഇല്ല, 0.01% ആയാൽ മതി. അതായത് മദ്യക്കുപ്പിയുടെ 1 മൂടി മദ്യം മാത്രം നമ്മൾ കഴിച്ചാൽ പോലും അത് പിടിക്കപ്പെടും. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ 0.03, അതായത് 2 മൂടി മദ്യം കഴിച്ചു കഴിഞ്ഞാൽ അത് ഡിറ്റക്ട് ചെയ്യും. പക്ഷെ ഈ 2 മൂടി മദ്യം നമ്മുടെ അകത്ത് ചെല്ലണമെന്നുണ്ടെങ്കിൽ എത്ര സ്ട്രെപ്സിൽസ് കഴിക്കണം? കണക്ക് കൂട്ടി നോക്കുമ്പോൾ 2 മൂടി മദ്യത്തിന് തുല്യമായിട്ടുള്ള ആൽക്കഹോൾ നമ്മുടെ ശരീരത്തിൽ എത്തണമെങ്കിൽ ഏകദേശം 1500ഓളം സ്ട്രെപ്സിൽസ് നമ്മൾ ഒറ്റയടിക്ക് കഴിക്കണം. അതിനേക്കാൾ വളരെ എളുപ്പമാണ് കുറച്ച് ഇഡ്ഡലിയോ ദോശയോ അല്ലെങ്കിൽ അപ്പമോ കഴിച്ചിട്ട് പിടിക്കപ്പെടുക എന്നത്. അത് കാരണം നിങ്ങൾ ആരും സ്ട്രെപ്സിൽസ് കഴിക്കാൻ ഭയപ്പെടേണ്ട. അതിനേക്കാൾ കൂടുതൽ ഭയപ്പെടേണ്ടത് ദോശയും ഇഡ്ഡലിയും അപ്പവും കഴിക്കാനാണ്. ഇതുപോലെ സംശയാസ്പദമായ വീഡിയോകളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനായി ശാസ്ത്രലോകം ഫോളോ ചെയ്യാം. ശാസ്ത്രലോകം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേരുവാനുള്ള ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജ്രാജ്.